നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിലെ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്ന യഹ്യ സിൻവറിന്റെ ഭാര്യയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകണ്ട് ലോകം ഞെട്ടി. കാരണം യഹ്യ സിൻവറിന്റെ ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് കണ്ടിട്ടായിരുന്നു ഈ ഞെട്ടൽ. തുരങ്കത്തിനുള്ളിൽ $32,000 വില വരുന്ന ബിർക്കിൻ ബാഗ് കൈകളിലിട്ടുകൊണ്ട് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു തുരങ്കത്തിനുള്ളിൽ ഇവർ ഇത്രത്തോളം വിലയുള്ള ബാഗും ഇട്ടാണ് നടക്കുന്നതെങ്കിൽ പുറം ലോകത്ത് അവരുടെ ആഡംബരം എന്തായിരിക്കും? അതാണ് ചോദ്യം. ഗാസക്കാരെ പിഴിഞ്ഞുണ്ടാക്കുന്ന, ഗാസയിലേക്ക് എത്തുന്ന എല്ലാ സഹായങ്ങളും അടിച്ചു മാറ്റി ആ പണത്തിന് എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ട് കോടാനുകോടികളുടെ പുറത്തിരിക്കുന്ന ഹമാസ് നേതാക്കൾ. എന്നാൽ ഇനി ബാക്കിയുള്ള ഹമാസ് തലവന്മാരുടെ എല്ലാം തലയെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ നേതാക്കളുടെ എല്ലാം സ്വത്ത് വകകൾ കണ്ടെത്തി അത് ഗാസക്കാർക്ക് തിരികെ കൊടുക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അത് ഗാസയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും ഗാസയിലെ ജനങ്ങൾക്കുള്ളതാണെന്നും അത് നേതാക്കന്മാരുടെ സുഖ സൗകര്യങ്ങൾക്കും അവരുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടിയുള്ളതല്ല എന്നും ലോകത്തിൻ്റെ ഏത് കോണിൽ ഇനി ഹമാസിൻ്റെ നേതാക്കൾ ഒളിവിൽ കഴിയുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ചെന്ന് അവരെ തൂക്കിയെടുത്ത് ആ തലകളെടുത്ത് അവരുടെ സമ്പത്തെല്ലാം തിരികെ കണ്ടുകെട്ടിയിരിക്കും എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇതുമാത്രമല്ല, ഇപ്പോൾ ഇസ്മയിൽ ഹനിയയുടെ മകന്റെ ഗാസയിലെ കച്ചവടം പൊളിച്ചെടുക്കാൻ കൂടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. ഗാസയിൽ കൈവയ്ക്കാൻ ഇസ്രയേലിനെയും അമേരിക്കയെയും ഹമാസ് തലവന്മാർ അനുവദിക്കാത്തതിന് പിന്നിൽ വമ്പൻ കളികളുണ്ട്. ഗാസ എല്ലാ കാലത്തും ദുരന്ത ഭൂമിയായി കിടന്നാലേ ഹമാസ് ചെകുത്താന്മാർക്ക് ചോര കുടിക്കാൻ കഴിയൂ, അവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ കഴിയൂ. സാധാരണ ഹോളിവുഡ് നടിമാരും മോഡലുകളുമാണ് ബിർക്കിൻ ബാഗുകൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ യഹ്യ സിൻവറിന്റെ ഭാര്യ ഹോളിവുഡ് നടിമാരെക്കാളുമൊക്കെ മുകളിലാണ്. കാരണം അവരുടെ ഭർത്താവ് ഒരു ബില്യണയറാണ്. ഒന്നും രണ്ടുമല്ല, ഹമാസ് നേതൃത്വത്തിന്റെ 1700 പേരാണ് മില്യണേഴ്സ്. 10ഓളം പേർ ബില്യണേഴ്സുമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള മനുഷ്യസ്നേഹികൾ പട്ടിണി കിടക്കുന്ന ഗാസക്കാർക്കും പലസ്തീന്റെ സഹായങ്ങൾക്കും വേണ്ടി അയക്കുന്ന വലിയ തുകയാണ് ഹമാസ് പിടിച്ചെടുക്കുന്നത്. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അത് അടിച്ചുമാറ്റിയാണ് ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരായിരിക്കുന്നത്. ഇതിലേറ്റവും വിചിത്രം, ഹമാസ് പ്രാകുന്ന അമേരിക്കയിൽ നിന്നാണ് പലസ്തീനുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അമേരിക്കയിലെ അടക്കം മനുഷ്യസ്നേഹികൾ അയക്കുന്ന പണം ഹമാസ് പലസ്തീനികൾക്ക് കൊടുക്കാതെ ആഡംബരത്തിനും തീവ്രവാദ പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ ഫണ്ടിങ്ങിന്റെ വേരറുക്കാനാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ ട്രംപ് ഒരാൾക്ക് കുറിവെച്ചിരിക്കുന്നത് ഇസ്മയിൽ ഹനിയയുടെ മകനാണ്. ഇസ്മയിൽ ഹനിയയുടെ തലമുറകൾ ഇനി ഉണ്ടാകരുത് എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അത്രത്തോളം ഭീകരവാദത്തിന് വേരുള്ളതാണ് ഈ കുടുംബത്തിന്. ഇസ്രയേൽ കൊന്നൊടുക്കിയ ഇസ്മയിൽ ഹനിയയ്ക്ക് $4 ബില്യൺ ആസ്തി. ഹനിയയുടെ മകൻ യാസ് ഹനിയ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ്സ് ഇൻ ഗാസ എന്നാണ് അറിയപ്പെടുന്നത്. അയാൾ അറിയാതെ ഗാസയിൽ ഒരു കച്ചവടവും നടക്കില്ല. കച്ചവടം ചെയ്യുന്നത് ഒരു മോശം കാര്യമല്ല, പക്ഷേ ഹമാസിന്റെ പേരുപയോഗിച്ച് ഭീതിയിലൂടെ സാധാരണക്കാരിൽ നിന്ന് ഭൂമി ചുളുവിലയ്ക്ക് തട്ടിയെടുത്താണ് ഇയാളുടെ കച്ചവടങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഖത്തറിലും തുർക്കിയിലുമൊക്കെ സ്വത്തുക്കളുള്ള വലിയ ബിസിനസ് ടൈക്കൂണായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹനിയയുടെ പണമാണ് മകനിലൂടെ വെളുപ്പിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഇതുപോലെ മറ്റ് നിരവധി ഹമാസ് നേതാക്കളും അവരുടെ മക്കളും കോടാനുകോടികൾ സമ്പാദിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സുഖലോലുപതയിൽ കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോഴും ഗാസയിലെ ജനങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുകയാണ്. പക്ഷേ ഹമാസ് എന്താണ് എപ്പോഴും പറയാറുള്ളത്? ഗാസയ്ക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം, ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ്. പക്ഷേ ഹമാസ് നേതാക്കൾ മാത്രം വളർന്നു പന്തലിക്കുന്നു. ഗാസക്കാർ ഇന്നും പട്ടിണി കിടക്കുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഹമാസ് തലവന്മാരിലേക്ക് എത്തുന്ന ഫണ്ടിങ് തടയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ തീവ്രവാദം ഗാസയിൽ അവസാനിക്കില്ല. അതിനാണ് ഗാസ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗാസ കയ്യിൽ നിന്ന് പോയാൽ പണത്തിന്റെ വരവ് നിലയ്ക്കുമെന്ന് ഹമാസിനറിയാം. അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങളെ ഇളക്കിവിട്ട് അമേരിക്കയ്ക്ക് മേൽ ഹമാസ് സമ്മർദ്ദം ശക്തമാക്കുന്നത്. ഈജിപ്ത് പ്രഖ്യാപിച്ചത് ഗാസക്കാരെ സമീപ രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന നടപടി അംഗീകരിക്കില്ല എന്നാണ്. അറബ് രാജ്യങ്ങൾ ഗാസ പുനർനിർമ്മിച്ചു കൊള്ളാമെന്ന്. എങ്കിൽ ഗാസ വീണ്ടും ഹമാസിന്റെ കൈകളിലെത്തും. ഇപ്പോൾ ഗാസയുടെ പുനരധിവാസത്തിന് കിട്ടുന്ന പണവും ഹമാസ് അടിച്ചുമാറ്റുമെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമുണ്ട്. സദാ യുദ്ധം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കൾക്ക് എങ്ങനെയാണ് ശതകോടികളുടെ ആസ്തികൾ വരിക?
സ്വന്തം ജനത പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം മക്കളെ കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ആഡംബര ജീവിതം നയിപ്പിക്കാൻ കഴിയുക? അതാണ് ഹമാസ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. പലസ്തീനികൾ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ഹമാസ് നേതൃത്വം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി നല്ല നിലയിൽ പോകുന്നതും കൂടുതൽ രാജ്യങ്ങൾ അബ്രഹാം കരാറിലേക്ക് വരുന്നതും കണ്ടാണ് ഹമാസ് ഒക്ടോബർ 7 കൂട്ടക്കുരുതി തന്നെ നടത്തിയത്. സത്യത്തിൽ പലസ്തീനികളുടെ ശാപം അത് ഹമാസ് തന്നെയാണ്. അമേരിക്കയിലെ സംഘടനകളിൽ നിന്നും ശതകോടീശ്വരന്മാരിൽ നിന്നും കമ്പനികളിൽ നിന്നുമൊക്കെ കോടികൾ ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒഴുകുന്നുണ്ട്. തീവ്രവാദത്തിന് വേണ്ടിയാണ് ഹമാസ് ഈ പണം ഉപയോഗിക്കുന്നത്. പലസ്തീന് ലഭിച്ച സഹായത്തിന്റെ 45% അമേരിക്കൻ ഏജൻസികൾ വഴിയാണ്. യൂറോപ്പ് 40% കൊടുത്തപ്പോൾ വെറും 15% അറബ് രാജ്യങ്ങളുടെ സംഭാവന. അമേരിക്കൻ ജനത പാവപ്പെട്ടവർക്കുള്ള സഹായമായാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഗാസ നിവാസികളുടെ ഭൗതിക സൗകര്യം വർദ്ധിച്ചാൽ അവർ തീവ്രവാദത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നും ഹമാസിന്റെ അടക്കം ശക്തി കുറയുമെന്നുമാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം USAIDയുടെ ഗസൻ ധനസഹായം ഫലത്തിൽ പോകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. 1961 അമേരിക്കൻ കോൺഗ്രസ് പാസാക്കി അന്നത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഒപ്പിട്ട വിദേശ സഹായ നിയമത്തിലൂടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന USAID എന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഹായം എത്തിക്കുന്ന ഏജൻസി പിറന്നു വീണത്. അമേരിക്കൻ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ സ്വതന്ത്ര ഏജൻസിയായിരുന്നു ഇത്. പക്ഷേ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് സഹായ ഫണ്ടുകൾ തീവ്രവാദത്തിന് വളമാകുന്നു എന്ന നിരീക്ഷണത്തിലേക്കാണ്. ഗാസയുടെ പുനരധിവാസത്തിന് ലോകവ്യാപകമായി ഫണ്ടെത്തിയാൽ അതിപ്പോൾ തകർന്നു തരിപ്പണമായ ഹമാസിന്റെ പുനരുജ്ജീവനത്തിന് വഴിവെക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങളെ മറ്റ് സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റി ഗാസ പുനർനിർമ്മിക്കാമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇതിന് ഇടങ്കോലിട്ട് നിൽക്കുന്നതാകട്ടെ അറബ് രാജ്യങ്ങളാണ്. എന്നാൽ അറബ് രാജ്യങ്ങളുടെ ഒന്നും എതിർപ്പ് വകവയ്ക്കാതെ ട്രംപ് മുൻപോട്ട് പോകുകയാണ്. അതിശക്തമായ നീക്കങ്ങൾ ഇനി ഗാസയിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.